ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ബെസലേലും ഒഹൊലീബാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ച പോലെയൊക്കെയും സകല പ്രവൃത്തി ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ എല്ലാ സഭാവിഭാഗങ്ങളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അവർക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനവും അറിവും അവർ വിശുദ്ധ ആലയത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്നാൽ ധാരാളം പേർ അപ്രകാരം പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ പലരുടെയും കഴിവുകൾ അവർക്ക് ഭയമാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനോട് ഭയമാണ്. എന്നാൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളണം. ദൈവമാണ് നിങ്ങൾക്ക് ആരോഗ്യം തന്നത്, ദൈവമാണ് നിങ്ങൾക്ക് ജ്ഞാനം തന്നത്, ദൈവമാണ് നിങ്ങൾക്ക് ബുദ്ധി തന്നത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയില്ലേ? അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ബുദ്ധിയും ജ്ഞാനവും വൈഭവവും ഒക്കെ ദൈവകാര്യത്തിന് വേണ്ടി, ദൈവീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധ ആലയത്തിലൂടെ അത് അനേകർക്ക്, ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സാധിക്കും. ധ്യാന ഗുരുക്കന്മാർ പലരും, ദാനിയേൽ പോണ്ണത്തിലച്ഛനും മറ്റ് ധ്യാന ഗുരുക്കന്മാർ, അവരോടൊക്കെ അവരുടെ ശുശ്രൂഷകളിൽ അവരെ സഹായിക്കുന്ന ഹൈലി ക്വാളിഫൈഡ് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരവരുടെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ അപ്പാടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, അതായിരങ്ങൾ കണ്ട് ആസ്വദിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ. ബലഹീനമായ തീക്കനൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ചെറിയ ശുശ്രൂഷയാണ്. അതിൽ തീക്കനൽ മിനിസ്ട്രിയുടെ ഒരു ശുശ്രൂഷയാണ് പ്രസംഗം. ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റി മാത്രം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ചെറുതായിട്ട് ചെറിയ രീതിയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന അപ്രകാരം അനേകരുണ്ട്. അനേകരതിന് കൈത്താങ്ങൽ നൽകുന്നുണ്ട്. അനേകർ അവരുടെ സമയവും അവരുടെ കഴിവും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. വളരെ വിശാലമായ കാഴ്ചപ്പാടുകളിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി 2026 പ്രാർത്ഥനയോടെ നീങ്ങുമ്പോൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനത്തിന്, ആസക്തികൾക്കെതിരായി അപ്രകാരം തന്നെ സമൂഹത്തിലെ സാധുക്കളായ പ്രായമുള്ളവർ, മാതാപിതാക്കൾ ശരിയായ പരിചരണം ലഭിക്കാതെ അവർ പ്രയാസപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലുള്ളവർ, അപ്രകാരം തന്നെ ഡിസേബിൾഡായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകൾ, ആർക്കും വേണ്ടാത്തവർ, അങ്ങനെയുള്ളവർക്ക് ഈ ചാരിറ്റി പ്രസ്ഥാനത്തിലൂടെ വിപുലമായിട്ടുള്ള വിശാലമായ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലഭിക്കുന്നതിൽ നിന്ന് വൈദ്യസഹായവും വിദ്യാഭ്യാസ സഹായവും മറ്റ് വീട്ടുവാടകയും പരിചരണത്തിനുമായും അവർക്ക് നിസ്സാരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്കവണ്ണം ചെറുതും വലുതുമായ ഓരോ ശുശ്രൂഷകളും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ അനുഗ്രഹിച്ചു തരുന്നു. ഏതെങ്കിലും ചെയ്യുന്നു എന്ന് പറയുവാനോ പ്രസിദ്ധിക്ക് വേണ്ടിയോ ഒന്നും അല്ല ഇത് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മാത്രം പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ലോകമെമ്പാടും ശുശ്രൂഷ ചെയ്യുന്ന ഏർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശേഷ മോശയോടൊപ്പം ശുശ്രൂഷ ചെയ്ത 2 പേരുടെ പേരുകൾ ഞങ്ങളോട് ഉദ്ധരിച്ചല്ലോ. അപ്രകാരം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ശുശ്രൂഷകൾ നിർവഹിക്കുന്ന അനേകർക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ വിശുദ്ധ ആലയങ്ങളിൽ, വിശുദ്ധ ധ്യാന കേന്ദ്രങ്ങളിൽ, വിശുദ്ധമായ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ചെയ്യുന്ന, ദൈവസ്നേഹത്തിൽ ചെയ്യുന്ന, മതവിഭാഗ ഭേദമന്യേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും നീ അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ. ഞങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ സ്വത്ത് മാത്രമല്ല, ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ കഴിവും ഞങ്ങളുടെ ബുദ്ധിയും ഞങ്ങളുടെ ജ്ഞാനവും ദൈവം നിറച്ചിരിക്കുന്നത് ലോകത്തിന് പങ്കുവയ്ക്കുവാൻ അതിനാവശ്യമായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് തരണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ ശക്തി പകരണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലിമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ,
വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകളിലും കോളേജുകളിലും ഓർഫനേജുകളിലും ജയിലുകളിലും ഒക്കെ ആയിരിക്കുന്ന ഇപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി, അതിശയശക്തി വ്യാപരിച്ചാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനത്താൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. ഞങ്ങൾക്കുള്ളതിനെ മറ്റുള്ളവർക്ക് വിശുദ്ധമായി കൈകാര്യം ചെയ്യാനുള്ള കൃപ നൽകിക്കാട്ടെ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ.